അണ്ടർ വാറണ്ടി പാക്കേജുള്ള വണ്ടിയാണ്. 2026 വരെ വാറണ്ടി പാക്കേജ്. 26 വരെ വാറണ്ടി പാക്കേജ്. ലാൻഡ് റോവറിന്റെ ഡിസ്കവറി അല്ലേ? ഓൾ ന്യൂ ഡിസ്കവറി 2016 കൂടിയിട്ടാണ് റോയൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 8 വർഷത്തെ ജേണിയാണ് കംപ്ലീറ്റ് ആവുന്നത് ഈ മെയ് മാസത്തേക്ക്. ഡ്രൈവേഴ്സ് പ്ലസ് പാസഞ്ചേഴ്സ് കാറും കൂടി ആയിട്ടാണ് BMW ഒട്ടുമിക്ക വണ്ടികളും വരാറുള്ളത്. അതിലൊന്നാണിത് ലോങ് വീൽ ബേസ് വരുന്നത്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റ് കൂടിയാണ്. HSE ഡൈനാമിക് ആണ് ഇത് വരുന്നത്. 530D M സ്പോർട്ടും കൂടിയാണ്. 530 M സ്പോർട്ട് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം 530 M സ്പോർട്ടിൽ ഇനി ഡീസൽ എഞ്ചിൻ വരുന്നില്ല, ഇനി പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ. അടുത്ത് ഓൾമോസ്റ്റ് ഒരു 85 കാസോളം സ്റ്റോക്കിലുണ്ട്. ലക്ഷറിയിൽ മാത്രം. എക്സ്ട്രാ ലക്ഷറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റെഫ്രിജറേറ്റഡ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ 3rd row സീറ്റ് വരെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ തീരെ ബോഡി റോളിംഗ് ഇല്ലാത്തൊരു വെഹിക്കിളും കൂടിയാണ് ഇത്. എക്സ്ട്രാ 30D 3 ലിറ്റർ ഡീസൽ എഞ്ചിന്. 85 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലാൻഡ് ക്രൂസർ കിട്ടും. ന്യൂ മോഡൽ. ബൈ ടർബോ ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇതിനകത്ത് എക്സോസ്റ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അത് വാൽട്രോണിക് ആണ്, റിമോട്ട് കൺട്രോൾഡ് ആണ്. കേരളത്തിൽ പൊതുവെ കുറവാണ്. അതെ വരുന്നത് കുറവാണ്. ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. കോഴിക്കോട് ഷോറൂമിനോട് ചേർന്ന് തന്നെ ബാക്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നു. ഈ വർഷത്തെ ഒരു പ്രൊജക്റ്റ് ആണ് നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ വർഷത്തെ പ്രൊജക്റ്റിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാലിക്കറ്റ് എന്തായാലും ഷോറൂം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോട്ടെ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ലക്ഷറി കാറിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് പരിചിതമായ ഒരു സ്ഥലം തന്നെയാണ് റോയൽ ഡ്രൈവ്. കാലിക്കറ്റുള്ള ഷോറൂമാണ്. കാലിക്കറ്റുള്ള റോയൽ ഡ്രൈവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. ലെറ്റ്സ് റോൾ ഇറ്റ്. Trying to get my papes. റോയൽ ഡ്രൈവിൽ നമ്മളെ കാറിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മളെ കൂടെ ഉള്ളത് ജാബിർ ആണ്. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജാബിർ ഇവിടുത്തെ സെയിൽസ് ഓഫീസർ അല്ലേ? ഓക്കെ. റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം. കാരണം ലക്ഷറി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുക റോയൽ ഡ്രൈവ് എന്നുള്ളതാണ്. അപ്പോൾ റോയൽ ഡ്രൈവിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയും പോലും നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് 2016 കൂടിയിട്ടാണ് റോയൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 8 വർഷത്തെ ജേണിയാണ് കംപ്ലീറ്റ് ആവുന്നത് ഈ മെയ് മാസത്തേക്ക്. നമ്മൾ ഈ 8 വർഷത്തിനിടയിലായിട്ട് റോയൽ ഡ്രൈവിൽ 3 ഡിവിഷൻ ആയിട്ടാണ് ഇപ്പം റൺ ചെയ്യുന്നത്. ഡിവിഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 lakhs to 25 lakhs വരെ ബഡ്ജറ്റിൽ വരുന്ന കാറിനെ നോർമൽ കാറിന് സ്മാർട്ട് എന്ന ഡിവിഷനിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വരുന്ന വണ്ടി ലക്ഷറി സെഗ്മെന്റിലേക്കാണ് വരിക നമുക്ക്. പിന്നെ അതുകൂടാതെ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ, അതായത് എപ്പോഴും ആഫ്റ്റർ സെയിൽസിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സ് എന്താ പറയുക കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റോയൽ ഡ്രൈവ് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാമതൊരു ഡിവിഷൻ കൂടി ഓൾറെഡി 1 year മുന്നേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എറണാകുളം ഷോറൂമിൻ്റെ കൂടെയാണ്. ഇപ്പം കാലിക്കറ്റ് റീസെന്റ് ഓപ്പൺ ആവുന്നത്. കാലിക്കറ്റ് ഷോറൂം അല്ലേ ഫസ്റ്റത്തെ ഷോറൂം എന്ന് പറയുന്നത്? കാലിക്കറ്റ് ഷോറൂമാണ് ലക്ഷറി സെഗ്മെന്റിൽ ഫസ്റ്റ് ഷോറൂം വരുന്നത്. അങ്ങനെയാണ് ലക്ഷറിയിൽ ഫസ്റ്റത്തെ കാലിക്കറ്റ് ഷോറൂമാണ്. അതിന് മുന്നേ 2016 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മലപ്പുറം മച്ചിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഒരു ധാരണ സത്യം പറഞ്ഞാൽ കാലിക്കറ്റ് ആയിരുന്നു ഫസ്റ്റത്തെ ഒരു റോയൽ ഡ്രൈവിൻ്റെ ഷോറൂം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ. മലപ്പുറത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2016. അതിന് ശേഷമാണ് കാലിക്കറ്റ് വരുന്നത്. കാലിക്കറ്റിലേക്ക് ഏത് ഇയർ ആയിരുന്നു? ഓൾമോസ്റ്റ് ഒരു 2018 ആ ഒരു വർഷമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 6 years ആവാനായി.
ഓവറോൾ അക്രോസ് ഏകദേശം എത്ര കളക്ഷൻസ് ഉണ്ടാവും? നമ്മുടെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു 85 കാസോളം സ്റ്റോക്കിലുണ്ട്. ലക്ഷറിയിൽ മാത്രമായിട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ കാലിക്കറ്റ് മാത്രമായി നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് 25 കാസിൻ്റെ എബോ ഇവിടെ സ്റ്റോക്കിലുണ്ട്. അതിൽ നമുക്കൊരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം എത്ര തൊട്ട് എത്ര വരെ ഉണ്ടാവും? നമുക്കിപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 15 lakh 15 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് പോർഷെ കാരേറ 2.10 lakhs ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ് നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റോക്കിലുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ഒരു വണ്ടി കൂടിയാണ്, സ്പോർട്സ് കാറാണ്. ഓക്കെ. അത് തൊട്ട് ഏകദേശം എത്ര പ്രൈസ് റേഞ്ച് വരെ വരുന്നുണ്ട്? നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ പ്രീമിയം കാറുകളിൽ 15 lakh സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 15 lakh ഞാൻ പറയാൻ കാരണം ഒരു 5 സീരീസ് നമ്മുടെ കയ്യിലുണ്ട്. അവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 അതേപോലെ തന്നെ 20-25 lakhsലാണ് ഒരു എൻട്രി ലെവൽ മോഡൽസുകൾ കൂടുതൽ വരാറുള്ളത്. അങ്ങനത്തെ കളക്ഷൻസ് കൂടുതലായിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു 50 ലക്ഷം രൂപയുടെ മുകളിലേക്കാണെങ്കിൽ കൂടുതൽ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. കാലിക്കറ്റ് അല്ലാതെ പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രിവാൻഡ്രത്ത് ഒരു ഷോറൂം കൂടി ഓപ്പൺ ആയില്ല? അതെ, ഈ വർഷം ഫെബ്രുവരിയിൽ ഓപ്പൺ ആയതാണ്. അവിടെ നമ്മൾ പുതിയൊരു കൺസെപ്റ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇനിയുള്ള ഒരു നെക്സ്റ്റ് ഒരു ബിസിനസ് പോലെ റോയൽ ഡ്രൈവ് RD കഫേ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. ആ ഒരു കോൺസെപ്റ്റ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ബൈക്കിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഞാൻ ഒരു 2-3 ബൈക്കിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് കൂടുതലും എറണാകുളത്തെ ഷോറൂമിലാണ് ബൈക്കിന്റെ കളക്ഷൻസ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്പോർട്സ് ബൈക്കുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് കൂടുതൽ അവിടെ കൂടുതലുള്ളത് അവിടെയാണ്. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടാണ് വരുന്നത്. കോഴിക്കോട് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഫാറ്റ് ബോബ് ഉണ്ട് കോഴിക്കോട് ഡിസ്പ്ലേ ചെയ്തതിൽ. നമ്മളെ ഹാർലിയുടെ ഒരു ബൈക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഡുക്കാട്ടിയുടെ മോൺസ്റ്റർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ BMW 3 G10 ഉണ്ട്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഓൾമോസ്റ്റ് ബൈക്കിലും ഏകദേശം ഒരു 20-25 ബൈക്സോളം സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. അതുകൂടാതെ നിങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ ചെയ്യുന്നുണ്ടോ? നമ്മൾ വളരെ കുറവാണ്. എന്നാലും നമുക്ക് എക്സ്ചേഞ്ച് ത്രൂ വരുന്ന വണ്ടികൾ, അങ്ങനത്തെ വണ്ടികളൊക്കെ പിന്നെ കൺസിഡർ ചെയ്യാറ്. വളരെ നമ്മൾക്ക് ഒരു 150 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ഇതെല്ലാം കവറപ്പായി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വെഹിക്കിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാറുള്ളൂ. യൂഷ്വലി ഞാനിപ്പോൾ ഒരു കാർ നിങ്ങളെടുത്ത് ഏൽപ്പിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഈ ഒരു 150 ചെക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ കാറ്റഗറിയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ്, അല്ലെങ്കിൽ ഓവർ കിലോമീറ്റർ ഓടിയ വെഹിക്കിൾ, ഇങ്ങനത്തെ വണ്ടികളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അത് മീൻസ് ഇയറിനനുസരിച്ച് കൂടുതൽ കിലോമീറ്റർ ഓടിയാൽ നമ്മൾ എടുക്കാം. പിന്നെ ഓവർ മെക്കാനിക്കൽ വർക്ക് വന്ന വണ്ടികൾ. കാരണം നമ്മൾ അതിലേക്ക് ഞാൻ വരുന്നതാണ്. അതായത് നമുക്ക് ബൈബാക്ക് പോളിസി കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്. നമ്മൾ ഇങ്ങനത്തെ വണ്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബൈബാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതേപോലെ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ബൈബാക്ക് പോളിസി അതിനെന്തെങ്കിലും പോളിസി കാര്യങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ അതൊരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതിൻ്റെ എങ്ങനെയാണത്? നമ്മൾ 1 year or 2 year 25,000 കിലോമീറ്റേഴ്സ് ഓടുകയാണെന്നുണ്ടെങ്കിൽ 20,000 കിലോമീറ്റേഴ്സ് ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത വിലയിൽ നിന്ന്, അതായത് മീൻസ് കസ്റ്റമറോട് പറയാറുണ്ട്, ഒരു 30 to 40% ഉള്ളിൽ ഡിപ്രിസിയേഷൻ വണ്ടിയുടെ അറ്റ് പ്രസൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്താ പറയുക റിട്ടേൺ എടുക്കാൻ പറ്റും, ബൈബാക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് നമ്മളെ മെയിൻ ക്രൈറ്റീരിയ ആണ്. അത് സംഭവിക്കാതിരുന്നാൽ മതി. അത് വീണ്ടും നിങ്ങൾ ഈ ചെക്ക് പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് തന്നെയല്ലേ അപ്പോഴും ഒരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ? അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കാലിക്കറ്റിൽ ഇപ്പോൾ 20 എത്ര നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് 25 കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. സർവീസ് ഇതിൻ്റെ അടുത്ത് തന്നെയാണോ വരുന്നത്? നമുക്ക് എറണാകുളം ഓൾറെഡി ഓപ്പൺ ആണ്. 1 year കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് 2nd year ആവാറായി. കോഴിക്കോട് ഷോറൂമിനോട് ചേർന്നിട്ട് ബാക്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു. ഈ വർഷത്തെ ഒരു പ്രൊജക്റ്റാണ് നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ വർഷത്തെ പ്രൊജക്റ്റിൽ പെട്ടത് അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. കാലിക്കറ്റ് എന്തായാലും ഷോറൂം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോട്ടെ. ഒക്കെ എൻക്വയറീസ് വരുന്നത് എസ്പെഷ്യലി ഈ ഒരു കാലിക്കറ്റ് ഏരിയയിൽ ഇപ്പോൾ ഒരു കണ്ണൂർ സൈഡ്, കാസർഗോഡ് സൈഡിൽ നിന്നൊക്കെ കൂടാതെ വേറെ എവിടെന്നെങ്കിലും നമുക്ക് കച്ചവടം കൂടുതൽ വരുന്നത് മലപ്പുറം ഏരിയയിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ ഭാഗത്തുനിന്നുണ്ട് കച്ചവടം വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് കാലിക്കറ്റും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ അവിടെയുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയാലോ? തീർച്ചയായിട്ടും കാണിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ BMW കുറച്ച് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വൺ ഓഫ് ദ യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണല്ലേ BMW 3 Series അല്ലേ? ഇതിപ്പോൾ ഏതാ മോഡല്?
ഇത് 2021 മോഡൽ 320D ലോങ് വീൽ ബേസ് ആണ് ഇത്. ലോങ് വീൽ ബേസ്. ഓക്കെ ഓക്കെ. ഇതിന്റെ കളറും ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കളറും കൂടി. അതെ അതെ, മാൽബ്രൗൺ റെഡ് എന്ന് പറയുന്നത്. മാൽബ്രൗൺ റെഡ് വരുന്ന കളർ അല്ലേ? കളറാണ് വരുന്നത്. ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കളർ കൂടിയാണ്. അതെ അതെ അതെ. ഓക്കെ. 2021 മോഡൽ വരും. 2021 മോഡലാണ്. ഓണർഷിപ്പ് ഇപ്പം എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പിൽ ഇപ്പം 18,000 കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അണ്ടർ വാറണ്ടി പാക്കേജുള്ള വണ്ടിയാണ്. 2026 വരെ വാറണ്ടി പാക്കേജ്. 26 വരെ വാറണ്ടി പാക്കേജുള്ള വണ്ടി. ഓക്കെ ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. BMW കുറേ ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള വണ്ടിയാണ് BMW വണ്ടികൾ വരാറ്. അതിൽ തന്നെ ഡ്രൈവേഴ്സ് കാർ എന്നാണ് എപ്പോഴും BMW വണ്ടികൾ വിശ്വസിപ്പിക്കാറുള്ളത്. പക്ഷേ ഇപ്പം കൂടുതലും ഡ്രൈവേഴ്സ് പ്ലസ് പാസഞ്ചേഴ്സ് കാറും കൂടി ആയിട്ടാണ് BMW ഒട്ടുമിക്ക വണ്ടികളും വരാറുള്ളത്. അതിലൊന്നാണ് ഇത് ലോങ് വീൽ ബേസ് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കന്നെയല്ല? അതെ തീർച്ചയായിട്ടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് 18,000 കിലോമീറ്ററിലായിട്ടുള്ളൂ. 18,000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 58,50,000 രൂപയാണ്. 58,50,000 അല്ലേ? അതെ. ഓക്കെ. 58,50,000. അതിൽ നമുക്ക് ലോണിൻ്റെ കേസും കാര്യങ്ങളൊക്കെ എങ്ങനെ? നമുക്ക് യൂസർ കാർ ഫിനാൻസ് ചെയ്യുന്ന എല്ലാ ബാങ്കുമായിട്ട് നമ്മൾ ടൈപ്പ് ആണ്. അപ്പോൾ നമ്മൾ സാർട്ട് അതായത് കസ്റ്റമർ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഏത് ബാങ്കാണോ ഓപ്റ്റ് ചെയ്യാൻ പറ്റുക അത് നമ്മൾ തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോൾ ഈ ഒരു കാർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം എത്ര ലോൺ കയറാനുള്ള ചാൻസ് ഉണ്ട്? ഈ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ വണ്ടിയുടെ വിലയുടെ ഏകദേശം ഒരു 80-85%. 85% എടുത്ത് അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കസ്റ്റമറാണ് ഫിനാൻസ് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ BMW 5 സീരീസ്. യെസ്. ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് 2022 ആണ്. 22 മോഡലാണ്. ഓക്കെ. ഓണർഷിപ്പ് എങ്ങനെയാണ് കിടക്കുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ ഈ വണ്ടിയുടെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 530D M സ്പോർട്ടും കൂടിയാണ്. ഓ ഓക്കെ. 530 M സ്പോർട്ട് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം 530 M സ്പോർട്ടിൽ ഇനി ഡീസൽ എഞ്ചിൻ വരുന്നില്ല, ഇനി പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഒരു ഹോട്ട് കേക്ക് കൂടിയാണ് നമ്മളെ കളക്ഷൻസിൽ. ജസ്റ്റ് 12,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുള്ളൂ. വീണ്ടും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു വണ്ടി അല്ലേ? അതെ. അണ്ടർ വാറണ്ടി പാക്കേജ് ഉള്ള വണ്ടിയാണ്. അതും എത്ര വർഷം വരെ ഉണ്ട്? ജസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമർക്ക് വേണമെങ്കിൽ റിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. കിലോമീറ്റേഴ്സ് എത്രയാണ് പറഞ്ഞത്? 12,000 ആയിട്ടുള്ളൂ. 12,000 ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ? റീപ്ലേസ് ഒന്നുമില്ല, വെൽ നീറ്റ് വെഹിക്കിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവേഴ്സ് കാർ പ്ലസ് പാസഞ്ചേഴ്സ് കാറും കൂടിയാണ്. എക്സ്ട്രാ ലക്ഷറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇതിനിപ്പോൾ എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 79 lakhs. 79 lakhs. ഓക്കെ ഓക്കെ. ഇപ്പം BMW 3 സീരീസ് അവൈലബിൾ ആണ്, 5 സീരീസ് അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ അവിടെ ഒരു 2 സീരീസും ഉണ്ടല്ലോ. അതെ. ഓക്കെ. അടുത്ത നമ്മളെ ലാൻഡ് റോവറിന്റെ ഡിസ്കവറി അല്ലേ? ഓൾ ന്യൂ ഡിസ്കവറി. അതും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വെറൈറ്റി കളക്ഷൻസിലുള്ള. അതെ. 3 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടി. ഓക്കെ. അതേപോലെ തന്നെ 2017 മോഡൽ 80 രജിസ്ട്രേഷൻ വന്നിരുന്ന വണ്ടിയാണ്. 17 മോഡൽ 80 രജിസ്ട്രേഷൻ. ഒരു പെർഫോമൻസ് കാർ എന്നൊക്കെ വേണമെങ്കിൽ ഓണർഷിപ്പ് കിടക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. അതെ. ഇപ്പം 47,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പെർഫോമൻസ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. 3 ലിറ്ററിൽ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് വണ്ടി നമുക്ക് തരും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് യൂസ്ഡ് കാറിലൊക്കെ അധികം കിട്ടാനും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നില്ല? അതെ. അതായത് ഒരു യൂണീക്ക് കാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. കാരണം ഈ വണ്ടിയെ പറ്റി അന്വേഷിച്ച് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ട്. അവർക്ക് ഈ വണ്ടി മാത്രം മതി. കാരണം അവർ ഈ വണ്ടിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിച്ച് നമുക്കതിൽ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. അവർ തന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും വണ്ടിയിൽ എങ്ങനെ ഇതിന് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. പിന്നെ ഈ വണ്ടി ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് കൂടിയാണ്. HSE ഡൈനാമിക് ആണ് ഇത് വരുന്നത്. HSE ഡൈനാമിക്. ഓക്കെ. ഇനിയിപ്പോൾ അഡീഷണൽ ചോദിക്കേണ്ടല്ലോ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് റെഫ്രിജറേറ്റഡ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ 3rd row സീറ്റ് വരെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ തീരെ ബോഡി റോളിംഗ് ഇല്ലാത്തൊരു വെഹിക്കിളും കൂടിയാണ് ഇത്. 360 ക്യാമറ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇതിൽ റീപ്ലേസ് ഒന്നുമില്ല. ഇത് 47,000 കിലോമീറ്റർ ഓടിയെന്ന് മാത്രം. സെക്കൻഡ് ഓണർഷിപ്പിൽ 2017 മാനുഫാക്ചറിൽ 18 രജിസ്റ്റർ ചെയ്ത കേരള വണ്ടി തന്നെ. ഇതിനിപ്പോൾ എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 68 lakh, 68 ലക്ഷം. ഓക്കെ. അതിലിപ്പോൾ ലോണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു 70% 75% എബോവ് ഫിനാൻസ് കിട്ടും. ഓക്കെ, നല്ലൊരു കാര്യം. പിന്നെ ഈ ഒരു കളറും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കളറും കൂടിയാണ് ബ്ലാക്ക് കളർ അല്ലേ? ശരിക്കും എന്തൊരു കളറാണ് ശരിക്കും ബ്ലാക്ക്? ഇത് റേഞ്ച് റോവറിൽ സാന്റോർണി ബ്ലാക്ക് എന്ന് പറയുന്നത് കളറാണ്. ഓക്കെ ഓക്കെ. നമ്മളെ റോയൽ ഡ്രൈവിൽ ഒരു യൂണീക്ക് കാറും കൂടി അല്ലേ? അതെ. യൂണീക്ക് കളക്ഷൻസിൽ ഒരെണ്ണം, യൂണീക്ക് കളക്ഷൻസിൽ ഒരു കാറും കൂടി. കാലിക്കറ്റ് ഷോറൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലാൻഡ് റോവറിൻ്റെ ഒരു അടിപൊളി ഡിസ്കവറി. അതും ഒരുപാട് ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു
കളക്ഷനിലുള്ള ഒരു സാധനം കൂടിയാണ്. ഒരു നല്ലൊരു ബൾക്കി ഫീലും 3 ലിറ്റർ എഞ്ചിനൊക്കെ വരുന്നത്. 7 സീറ്റർ ആണ് വണ്ടി വരുന്നത്. 7 സീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മളൊരു BMW 7 സീറ്റർ അതെ X7ലേക്ക് വന്നു അല്ലേ? അതൊരു ബ്ലൂ കളർ വെഹിക്കിളാണ്. എക്സ്ട്രാ 30D 3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 3 ലിറ്റർ ഡീസൽ എഞ്ചിന് വരുന്നത്. ഏതാ മോഡല്? ഇത് 2020 ഡിസംബർ മേക്കാണ്. 20 ഡിസംബർ മേക്ക്. ഓക്കെ ഓക്കെ. ഇപ്പോൾ കറന്റ് എങ്ങനെ ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഇപ്പോൾ വണ്ടിയുള്ളത്. 29,000 കിലോമീറ്റേഴ്സ് ആണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ലാസ്റ്റ് കസ്റ്റമർ യൂസ് ചെയ്ത സമയത്ത് PPF ഫിലിം പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്ത. ഓ, അതും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാ ഇപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് കാര്യങ്ങൾ? ഇത് നമ്മൾ ചോദിക്കുന്ന വില 1,10,00,000 രൂപയുള്ളൂ. 1,10,00,000. ആ ഒരു ടൈമിൽ ഏകദേശം എത്ര പ്രൈസിങ് വരുമായിരിക്കും? ഏകദേശം ഒരു 1.5 CR, ഒരു ക്ലോസ് ടു 1.5ന്റെ അടുത്ത് വരുന്ന വണ്ടിയാണ്. ഓക്കെ, പിന്നെ 7 സീറ്റർ ആണ്. 7 സീറ്റർ ആണ്. BMW തന്നെ ഏറ്റവും ഹയസ്റ്റ് വേരിയന്റ് എന്ന് വേണമെങ്കിൽ പറയാം, X7. അടുത്തൊരു യൂണിക് കളക്ഷൻസിൽ പെട്ട ഒരു വണ്ടിയാണ്. റോയൽ ട്രാവൽ കാലിക്കറ്റിലെ അടുത്തൊരു യൂണിക് കളക്ഷൻസിൽ വരുന്ന ഒരു വണ്ടിയാണ്. BMW X7 അവൈലബിൾ ആണ്. നല്ല അടിപൊളി ബ്ലൂ കളർ, PPF ഒക്കെ ചെയ്തിട്ടുള്ള ബ്ലൂ കളർ അവൈലബിൾ ആണ്. X7 ഈ വണ്ടിയുടെ ഫുൾ നെയിം വരുന്നത് X7 DP സിഗ്നേച്ചർ എന്നാണ്. DP സിഗ്നേച്ചർ. ഓക്കെ, സിഗ്നേച്ചറിൽ വരുന്നത് തന്നെ അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അടുത്ത ഞാൻ ഇവിടെ ഒരു ടൊയോട്ടോൻ്റെ ലാൻഡ് ക്രൂയിസർ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഏതാ മോഡല്? ഇത് ആക്ച്വലി 2013 മോഡലാണ്. പക്ഷേ 2023ലേക്ക് കൺവേർട്ട് ചെയ്ത വെഹിക്കിൾ കൂടിയാണ്. ഓ, അത് ശരി. ഓക്കെ, അതായത് 2023ലേക്ക് വരുന്ന സമയത്ത് ലാൻഡ് ക്രൂയിസറിനെ 200-ൽ നിന്നും 300ലേക്ക് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്തു. LC-നെ 200 നിന്ന് 300ലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. VX എന്ന് പറയുന്ന വേരിയന്റാ. VX ഓണർഷിപ്പ് എങ്ങനെയാ? ഇത് 3rd ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 3rd ഓണർഷിപ്പിലാണ്. ഫുള്ളി കസ്റ്റമൈസ് ചെയ്തതാ വണ്ടി, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തതാ. ഓക്കെ, കസ്റ്റമർ ഇതിനകത്ത് എയർമാറ്റിക് സസ്പെൻഷൻ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റീസെന്റ് ചെയ്തതാണോ? റീസെന്റ് ചെയ്തതാണ് കസ്റ്റമർ. ലാസ്റ്റ് ഓണർഷിപ്പ് പറഞ്ഞത് 3rd ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ള വണ്ടിയുള്ളത്. ഇപ്പോൾ 3rd ഓണർഷിപ്പിലാണ്. ഓക്കെ, കിലോമീറ്റേഴ്സ് എത്രയാ? കിലോമീറ്റേഴ്സ് 1,14,000 ഓടിയിട്ടുണ്ട് ഇപ്പോൾ. 1,40,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, LC-നെ കുറിച്ച് അറിയാലോ. 1,40,000 എന്നൊക്കെ പറയുമ്പോൾ വളരെ ലൈറ്റ് യൂസ് ആണ്. അതെ അതെ. എന്താ വെച്ചാൽ 5 lakh ഒക്കെ കൊടുത്ത വണ്ടികളുണ്ട്. നമുക്ക് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. 3 lakh 5 lakh കൂടിയ വണ്ടികളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 1,40,000 എന്നൊക്കെ പറയുന്നത് ലാൻഡ് ക്രൂസറിനെ വെച്ച് ചെറിയ ലൈറ്റ് യൂസ് ആണ്. ഇതിനിപ്പോൾ എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 85 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. 85 lakhs. 85 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലാൻഡ് ക്രൂയിസർ കിട്ടും. ന്യൂ മോഡൽ. അത് ന്യൂ മോഡൽ, LC കൺവേർഷൻ ചെയ്തൊരു ന്യൂ മോഡൽ തന്നെ. അതുപോലെ തന്നെ ലോണിൻ്റെ കേസ് എങ്ങനെയാണ്? ഇത് നമുക്ക് ലോൺ അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ച് എലിജിബിലിറ്റി ഉള്ള ഫിനാൻസ് നോക്കി ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 50 ഇതിൻ്റെ നമ്മൾ ചോദിക്കുന്ന വിലയുടെ ഒരു 50 above% ഫിനാൻസ് എന്തായാലും പാസ് ആയിട്ട് പുതിയ വണ്ടി പോലെ തന്നെ നമുക്ക് കൊണ്ടെടുക്കാം. ഓക്കെ ഓക്കെ. അടുത്ത മെഴ്സിഡീസിൻ്റെ ഒരു AMG കാണുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഏതാണ്? GLE-ൻ്റെ 43 ആണ്. GLE 43 AMG. പെർഫോമൻസ് ബൈ ടർബോ ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇതിനകത്ത് എക്സോസ്റ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഓ, ഓക്കെ. അത് വാൽട്രോണിക് ആണ്, റിമോട്ട് കൺട്രോൾഡ് ആണ്. റിമോട്ട് കൺട്രോൾഡ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ 2018 മോഡലാണ് ഈ വണ്ടി വരുന്നത്. ഓണർഷിപ്പ് ഇപ്പോൾ കറന്റ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓക്കെ. ഓൾമോസ്റ്റ് റൺ ചെയ്തിരിക്കുന്നത് 67,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 67 റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എങ്ങനെ ഇപ്പോൾ ആസ്കിംഗ് പ്രൈസിലേക്ക് വരുമ്പോൾ? ഇത് നമ്മൾ 74 lakhs ആസ്ക് ചെയ്യുന്നുള്ളൂ. 74 lakhs. ഓക്കെ. ഓൾമോസ്റ്റ് ഇൻഷുറൻസ് ITVയിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലോൺ ഓൾമോസ്റ്റ് ഒരു 90-95% വരെ വേണമെങ്കിൽ പ്രൊഫൈൽ അനുസരിച്ച് കസ്റ്റമർക്ക് ലോൺ കിട്ടും. ഓക്കെ. ചെറിയ എമൗണ്ട് ഒക്കെ അടിച്ചിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതും വീണ്ടും ഒരു പെർഫോമൻസ്. അതെ, നമ്മളൊരു യൂണിക്കിൽ പെട്ട ഒരു വെഹിക്കിളാണ്. പെർഫോമൻസ് എഡിഷൻ വെഹിക്കിൾ കൂടിയാണ്. ഓക്കെ ഓക്കെ. അടുത്ത നമ്മളൊരു ഇലക്ട്രിക്കിലേക്ക് വന്നത്. അതെ, ഇലക്ട്രിക് e-tron അല്ലേ? ഓഡി e-tron കേരളത്തിൽ പൊതുവെ കുറവാണെന്ന് തോന്നുന്നു. കുറവാണ്. അതെ അതെ, വരുന്നത് കുറവാണ്. ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് 2021 മോഡലാണ്. 21 മോഡൽ.
ഓക്കെ 21 ഏതാ ശരിക്കും ഇതിന്റെ കംപ്ലീറ്റ് പേര് പറയുകയാണെങ്കിൽ ഓഡി ഇ-ട്രോൺ 55 കോത്തറോ എന്ന് പറയാം. 55 അതായത് ഇ-ട്രോണിൽ 55 വരുന്നുണ്ട്. 55 നമുക്ക് കുറച്ചുകൂടി കൂടുതൽ റേഞ്ച് കിട്ടും കിലോമീറ്റർ. ഓക്കെ ഇതൊരു 450 കിട്ടും ഈ വണ്ടി. 450 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടും. ഇത് നമ്മുടെ അടുത്ത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരുന്ന അണ്ടർ വാറണ്ടി പാക്കേജ് 2028 വരെ ബാറ്ററി വാറണ്ടി 2027 വരെ വെഹിക്കിൾ വാറണ്ടി ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? ഓക്കെ. ഇതിന്റെ ബാറ്ററി പാക്ക് ഏകദേശം എത്ര വരുന്നത്? ഏകദേശം 350 കിലോ വാട്ട് ഒക്കെ ആയിട്ട്. ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓൾമോസ്റ്റ് 21,000 കിലോമീറ്റേഴ്സ് ഇപ്പോൾ ഓടിയിട്ടുണ്ട്. 21,000. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി നല്ല അത്യാവശ്യം ഓടിക്കാനും കംഫർട്ട് പറയുകയാണെങ്കിൽ ഓടിയുടെ വണ്ടികൾ എല്ലാവർക്കും വളരെ ലൈറ്റാണ് വണ്ടി. അതിലും ഏറ്റവും അടിപൊളി കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആണ്. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 89 ലാഖാണ് ആസ്ക് ചെയ്യുന്നത്. 89 lakhs. ഓക്കെ. ലോൺ ആയാലും അത്യാവശ്യം ലോൺ അവൈലബിൾ ആണ്. പുതിയ വെഹിക്കിളാണ്, ലോൺ അവൈലബിലിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചതിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇലക്ട്രിക് അല്ലേ? ഫസ്റ്റ് ഇലക്ട്രിക്. അതെ, നമ്മളെ റോയൽ ഡ്രൈവിൽ ടോട്ടൽ 2 ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. അതിലൊരെണ്ണമാണ് എനിക്ക് പറഞ്ഞത്. പിന്നെ ഒരെണ്ണം നമ്മൾ എറണാകുളത്ത് ഷോറൂമിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് ബെൻസിൽ EQS എന്ന് പറയും, എസ് ക്ലാസിന്റെ ഇലക്ട്രിക് വേർഷൻ. ഓക്കെ, അതുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇലക്ട്രിക് പൊതുവെ ചെയ്യാറുണ്ടല്ലേ? ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. നല്ല കാര്യം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് കളക്ഷൻസ് കാണുന്നുണ്ട്, ബൈക്സ് കാണുന്നുണ്ട്, ബൈക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്താലോ? തീർച്ചയായിട്ടും നമുക്കിതിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് ചെയ്യാം. കാരണം ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് കളക്ഷൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ. എസ് ക്ലാസ് ഉണ്ട് അല്ലേ അതിന്റെ ഉള്ളിൽ? നമ്മുടെ അടുത്ത് എസ് ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ഇ ക്ലാസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വോഗ് വരുന്നുണ്ട്. വോഗ് ഏറ്റവും വലിയ റേഞ്ച് റോവറിൽ ഏറ്റവും വലിയ വണ്ടിയാണല്ലോ വോഗ് വരുന്നുണ്ട്. പിന്നെ മെക്കാൻ വരുന്നുണ്ട്, പോർഷെ മെക്കാൻ ഉണ്ട്. കുറേ വണ്ടികൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വീഡിയോ നമ്മളൊരു 1.5 മണിക്കൂറെങ്കിലും പോകുന്നു. അത് കോഴിക്കോട് ഷോറൂമിലെ മാത്രം കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കാരണം ഇവിടെ എത്രയേറെ കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസ് മാത്രമാണ് കാണിച്ചത്. ഈവനിങ് വന്നതായിരുന്നു, ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്ട് 2 ആയിട്ട് കാണിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.